ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജന്മദിനത്തിന്റെ ഭാഗമായി തവനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചു. തവനൂർ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര അയങ്കലം ജംഗ്ഷനിൽ സമാപിച്ചു. കത്തിവെച്ച് ഈ നാടിനെ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണഭീകരതയോട് ഭരണകൂട ഭീകരതയോട് സമരപ്പെടാത്ത മതേതര ഇന്ത്യയുടെ സുൽത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 140ാമത് ജന്മദിനാഘോഷ പരിപാടിയുടെ ഭാഗമായാണ് തവനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പദയാത്ര സംഘടിപ്പിച്ചത്. മണ്ഡലം പ്രസിഡന്റ് വി കെ ഹരീന്ദ്രന് പതാക കൈമാറി. ഡിസിസി സെക്രട്ടറി ടി പി മുഹമ്മദ് പദയാത്ര ഉദ്ഘാടനം ചെയ്തു. തവനൂർ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച പദയാത്രയ്ക്ക് എ പി സദാനന്ദൻ, പി അബ്ദുള്ള, ബാലകൃഷ്ണൻ, വി ആർ മോഹനൻ നായർ, സി ഷാഹുൽ ഹമീദ്, സുരേഖ തുടങ്ങിയവർ നേതൃത്വം നൽകി. അയങ്കലം ജംഗ്ഷനിൽ വെച്ച് നടന്ന സമാപന സമ്മേളനം KPCC മെമ്പർ പി ഇഫ്തിഖാറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഉണ്ടാക്കിയതാണ് ഇന്ത്യ. കോൺഗ്രസ് നൊന്ത് പ്രസവിച്ചതാണ് ഇന്ത്യ. കോൺഗ്രസിന്റെ നിലപാടല്ലാത്ത ഒന്നും തന്നെ ഇന്ത്യയുടെ നിലപാടല്ല. ആലോചിക്കണം, നിങ്ങൾ 139 വർഷം പിന്നിട്ട് കഴിഞ്ഞ രാജ്യത്തിന് കോൺഗ്രസ് നാനാത്വത്തിനേകത്വത്തോടുകൂടി ഇന്ത്യയെ നയിക്കാൻ പര്യാപ്തമായ നേതാവ് മഹാത്മാഗാന്ധിയായിരുന്നു. എല്ലാവരെയും ഉൾക്കൊണ്ടു. ഹൈന്ദവൻ ഇന്ത്യയുടെ അടിത്തറയാണ്. ഹിന്ദുവില്ലാതെ ഇന്ത്യയില്ല. നവീൻ മാഷെ കോൺഗ്രസ് പറയുന്നതാണ്. കോൺഗ്രസിന്റെ അടിസ്ഥാന മുദ്രാവാക്യമതാണ്. ഹൈന്ദവൻ ഇന്ത്യയുടെ അടിത്തറയാണ്. ഹിന്ദുവിനെ മാറ്റിവെച്ച് നടക്കാൻ കോൺഗ്രസ് ഒരു കാലഘട്ടത്തിലും സന്നദ്ധമല്ല. അതുകൊണ്ടാണ് കാവി നിറമാണല്ലോ മുഗൾ ഭാഗത്ത് നിലനിൽക്കുന്നത്. അത് കാവി തന്നെയാണ്. 42 മഹാത്മാഗാന്ധി വിശദീകരിക്കുന്നത് ഹിന്ദുവാണ്. 4 വോട്ടിന് വേണ്ടിയുള്ള അഭിപ്രായമല്ല കോൺഗ്രസ് ഒരു കാലഘട്ടത്തിലും സ്വീകരിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പതാകയെ കുറിച്ച് ദേശീയ നിലപാടെന്ന് എന്ന് 42 മഹാത്മാഗാന്ധി പറഞ്ഞത്. അത് ഹൈന്ദവൻ തന്നെയാണ്. അവൻ ഇന്ത്യയുടെ അടിത്തറയാണ്. ഹിന്ദുവാണ് ഇന്ത്യയുടെ അടിത്തറ. അതാണ് ഇന്ത്യയുടെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പതാകയുടെ ഒരു ഭാഗം അത് ഹൈന്ദവനെ ഉൾക്കൊണ്ടോ എന്ന് പ്രഖ്യാപിക്കാൻ തന്നെയാണ് കാവി നിറത്തെ ഉപയോഗിച്ചത്. മറുഭാഗത്ത് ആ പച്ചനിറമാണ്. ആ പച്ചനിറം മുസൽമാനാണ്. ഗാന്ധിയ പറയുന്നത് മുസൽമാനാണ്. മുസൽമാനില്ലാതെ ഇന്ത്യയില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷം മുസൽമാനാണ്. ആ മുസ്ലിങ്ങൾ ഇന്ത്യയുടെ അടിസ്ഥാനം തന്നെയാണ്. ഈ 2 വിഭാഗവും ഒന്നിച്ചാൽ ഇന്ത്യ എന്ന രാജ്യം സുരക്ഷിതമാണ്. മധ്യത്തിൽ വെളുത്ത നിറമാണ്. അതാണ് ക്രൈസ്തവൻ, അതാണ് പാഴ്സി, അതാണ് സിഖ്. സുരേഷ് പുൽപ്പാക്കര മുഖ്യപ്രഭാഷണം നടത്തി. PV ദിലീപ് വെള്ളാഞ്ചേരി സ്വാഗതവും നവീൻ കൊരട്ടിയിൽ നന്ദിയും പറഞ്ഞു. NCV ന്യൂസ് തവനൂർ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.